ഹേയ് ഹലോ, 2 A4 പേപ്പർ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ 2 മിനി പോക്കറ്റ് ബുക്ക് ഉണ്ടാക്കിയെടുത്താലോ? വീഡിയോ കാണുന്ന പോലെ തന്നെ ഫോൾഡ് ചെയ്തെടുക്കുക. അത്ര ടഫൊന്നുമല്ല. ഇതേപോലെ ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ ഇതേപോലൊരു ബുക്കിൻ്റെ സൈസിലൊരു ഇത് കിട്ടും. ഒന്ന് മുറിച്ചെടുത്തതിന് ശേഷം ഒട്ടിച്ചെടുക്കാം. വീഡിയോ കാണുന്ന പോലെ തന്നെ ചെയ്താൽ മതി. അത്ര ടഫൊന്നുമല്ല കേട്ടോ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഹോംവർക്ക് ബുക്കോ ഡയറി ഒക്കെ ആക്കാം. ഞാനിവിടെ മിനി നോട്ട് ബുക്ക്, അതായത് ഞാനിത് ഹോംവർക്ക് ബുക്കിന് ഓൾ ഇൻ വൺ ആയിട്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. വീഡിയോ കാണുന്ന പോലെ എല്ലാം ഒന്നും ഞാൻ ഒരു നോട്ട് ബുക്കിന് വേണ്ടി എടുത്തിട്ടില്ല കേട്ടോ. ഒരു A4 പേപ്പറിന് കിട്ടുന്ന പേപ്പർ ഫോൾഡ് ചെയ്തപ്പോൾ കിട്ടുന്ന പേപ്പറാണ് ഒരു നോട്ട് ബുക്കിന് എടുത്തത്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഷേപ്പ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ സ്കെയിൽ വെച്ച് വരച്ചിട്ടൊന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട്. ഫുള്ളൊന്ന് മുറിച്ചെടുത്ത് ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു നോട്ട് ബുക്കിൻ്റെ പുറംചട്ടയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊരു ബുക്കാണ് എടുക്കുന്നത്. ബുക്കിൻ്റെ ചട്ടയാണ് എടുക്കുന്നത്, മലയാളം സെക്കൻഡിൻ്റെ. അപ്പോൾ ഇത് അതേ അളവിലൊന്ന് അളവെടുത്തിട്ടുണ്ട്. ഇത് മുറിച്ചെടുക്കാം. ഇത് കത്രികയൊക്കെ കൊണ്ട് മുറിച്ചാൽ എനിക്ക് അത്ര അളവ് കിട്ടില്ല, വളഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ പേപ്പർ കട്ടറിനെ കൊണ്ടാണ് മുറിക്കുന്നത്. നിങ്ങൾ പേപ്പർ കട്ടർ യൂസ് ചെയ്യുമ്പോൾ സ്റ്റീലിൻ്റെ സ്കെയിൽ പരമാവധി യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പ്ലാസ്റ്റിക് സ്കെയിൽ യൂസ് ചെയ്യുമ്പോൾ കൈ മുറിയാൻ ചാൻസ് ഉണ്ട്. ഞാനിവിടെ സ്റ്റീലിൻ്റെ സ്കെയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ആ ഒരു ബുക്കിന് പ്രത്യേകിച്ച് മെഷർമെൻ്റ് ഒന്നും ഇല്ല. ഒരു A4 പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടുന്ന അളവിലൊന്ന് എത്ര ചെറുതാണോ വേണ്ടത് അത്രയും ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അങ്ങനെ എടുത്താൽ മതി. എന്നിട്ട് അതേ അളവ് തന്നെ കാർഡ്ബോർഡ്, അതായത് കാർഡ്ബോർഡ് എടുത്താൽ അത്ര മുറിക്കാൻ കുറച്ച് പാടായിരിക്കും. അതുപോലെ തന്നെ നല്ല കട്ടിയുള്ളതായതുകൊണ്ട് തന്നെ ബുക്കിൻ്റെ ചട്ട എടുക്കുന്നതായിരിക്കും നല്ലത്. അതെടുത്തിട്ട് ആ ഒരു അളവിലൊന്ന് മുറിച്ചെടുക്കുക. ഞാനിത് ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ലൈറ്റ് കളർ പേപ്പേഴ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വാട്ടർ കളർ യൂസ് ചെയ്തിട്ട് കളർ അടിക്കുകയാണ് ചെയ്യുന്നത്. അതിന് മുമ്പിട്ട് ഞാൻ ഒരു പേപ്പർ എടുത്തിട്ട് ഒന്ന് റാപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കാർഡ്ബോർഡിന് അല്ലെങ്കിൽ ആ ഒരു എഴുത്ത് തിരിയും. ഇതേപോലെ ഒന്ന് റാപ്പ് ചെയ്തെടുത്തതിന് ശേഷം ലൈറ്റ് പിങ്കാണ് ഞാൻ ചൂസ് ചെയ്തത് കളറ്. ഈ ഒരു പിങ്കാണ് യൂസ് ചെയ്തത്. നിങ്ങൾ വാട്ടർ കളറിൻ്റെ കോലം കണ്ടിട്ട് നെട്ടുണ്ടാകും. പെയിൻ്റ് അടിച്ച് കുട്ടപ്പനാക്കി എടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് വരച്ചെടുത്തിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. ഒരു ഭാഗത്ത് ഫ്രണ്ട് ഭാഗത്ത് മാത്രമാണ് മുറിച്ചെടുക്കേണ്ടത്. ഇതേപോലെ മുറിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ മിനി ബുക്ക് ഇതിൻ്റെ അകത്തേക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. കുറച്ച് ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് കവായ് സ്റ്റിക്കേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാൻഡ് മെയ്ഡ് സ്റ്റിക്കേഴ്സും യൂസ് ചെയ്യാം. ഞാനിവിടെ കവായ് സ്റ്റിക്കറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ മുൻപിലും ബാക്കിലും എല്ലാ സ്ഥലത്തും കുറച്ച് തിളക്കം കിട്ടേണ്ടിയിട്ട് ഒന്ന് സെലോ ടാപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിക്കുന്നുണ്ട്. മുമ്പിൽ ഒട്ടിക്കണം, എന്തായാലും ഒട്ടിക്കണം, എന്നാലേ ഈ ഒരു ഫിനിഷിങ് കിട്ടൂ. പക്ഷേ എൻ്റെ അത്ര ഫിനിഷ് ആയിട്ടില്ല. ഇത് എൻ്റെ തന്നെ ഒരു ഐഡിയ ആയിട്ടായിരിക്കാം. നിങ്ങൾ ഒന്ന് ചെയ്യുമ്പോൾ നല്ല വൃത്തി ചെയ്യാൻ ശ്രമിക്കുക. ഇതാണ് ഫൈനൽ ലുക്ക്. ഇഷ്ടമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത രണ്ടാമത്തെ മിനി പോക്കറ്റ് ബുക്ക് ചെയ്താലോ? നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പിനെ റിപ്പീറ്റ് ചെയ്യാം. പേപ്പേഴ്സ് എടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുത്തതിന് ശേഷം കുറച്ച് പേജസ് ഇല്ലേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മിനി നോട്ട്ബുക്കിന് തന്നെ 2-3 പേജസ് എടുക്കാം. A4 പേപ്പർ ഇതേപോലെ ഒന്ന് പിൻട്രസ്റ്റ് നോക്കിയിട്ടൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. മിനി നോട്ട്ബുക്ക് എന്നൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കളർ ചെയ്തെടുക്കുക. ഞാനിവിടെ സ്കെച്ചാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രയോൺസോ അങ്ങനത്തെ എന്തെങ്കിലും യൂസ് ചെയ്യാം. ക്രയോൺസോ പെൻസിൽസോ കളർ പെൻസിൽസോ എന്തായാലും യൂസ് ചെയ്യാം കേട്ടോ. ഈ ഒരു ക്യാരക്ടറിൻ്റെ പേര് മിലേന എന്നാണ് തോന്നുന്നത്. ഞാൻ പിൻട്രസ്റ്റ് നോക്കിയാൽ കണ്ടതാണ്. ആദ്യം തന്നെ ഔട്ട്ലൈൻ ആയിരുന്നു ചെയ്യേണ്ടത്. ഞാൻ ഔട്ട്ലൈൻ ചെയ്യാൻ വിട്ടുപോയി. ഇതേപോലെ ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ബാക്കിലത്തെ ഈ ഒരു ക്യാരക്ടറിൻ്റെ പേരറിയാവുന്നവർക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഔട്ട്ലൈൻ ചെയ്തെടുത്തതിന് ശേഷം കളർ ചെയ്യുന്നുണ്ട്. ഇത് വൈറ്റ് ആയിട്ടാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ അധികം കളർ ചെയ്യാനൊന്നുമില്ലായിരുന്നു. പിന്നെ ബ്ലൂ കളർ സ്കെച്ചിനെ കൊണ്ടുവന്ന് മിനി നോട്ട്ബുക്ക് ഒന്ന് എഴുതി കൊടുത്തതിന് ശേഷം ഈ ഒരു ഷെയ്ഡിൻ്റെ പേര് അറിയില്ല, ഈ ഒരു സ്കെച്ച് കൊണ്ട് ഗ്രിഡ് ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള പാറ്റേൺസ് വരച്ചു കൊടുക്കാം.
ഗ്രിഡ് ലൈൻസാണ് ഞാൻ വരച്ചു കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ കുറച്ചും കൂടി ക്യൂട്ടാക്കാമല്ലേ. ഇതേപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്ത എന്തുണ്ടാക്കുന്ന വീഡിയോ വേണ്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ബാർകോഡ് വരച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ പിൻട്രസ്റ്റ് നോക്കിയാലും കണ്ടതാണ്. ഇത് ബാർകോഡ് വരച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ 2 നോട്ട്ബുക്കിൽ നിന്ന് ഏതാ ഇഷ്ടമായെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ബാർകോഡ് ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഈ 2 മിനി പോക്കറ്റ് ബുക്കിൽ നിന്ന് ഏതാ ഇഷ്ടമായെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.